അതേസമയം വി ഡി സതീശനെ കട്ടപ്പയാക്കി ഫ്ലക്സ്. കോട്ടയം പുതുപ്പള്ളിയിലാണ് ഫ്ലക്സ് ഉയർന്നത്. ഉമ്മൻചാണ്ടി പിന്നിൽ നിന്നും കുത്തിയ ആളെ മുഖ്യമന്ത്രിയാക്കരുതെന്നാണ് ഫ്ലക്സിൽ പറയുന്നത്. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ടോബി, ഈ നയിച്ചവനെ പിന്നിൽ നിന്ന് കുത്തിയ നേതാവായി ചിത്രീകരിക്കുകയാണോ ഇവിടെ വി ഡി സതീശനെ? ആരാണ് ഈ ഫ്ലക്സിന് പിന്നിൽ? ടോബി, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പഴയ എ ഗ്രൂപ്പിന്റെ പൂർണ്ണ പിന്തുണ കേസിക്കാണെന്ന് വീണ്ടും ഉറപ്പിക്കുന്നു. ചാണ്ടിയുമൻ എന്തായാലും സുഖയിൽ അക്കാര്യത്തിൽ ഒരു നിലപാട് പറഞ്ഞിട്ടില്ല. ചാണ്ടിയുമൻ ഹൈക്കമാൻഡ് ആര് പറയുന്നോ അവരെ പിന്തുണയ്ക്കുമെന്നുള്ള നിലപാടാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പുതുപ്പള്ളിയിലാണ് ഈ ഫ്ലെക്സ് ബോർഡ് വന്നിരിക്കുന്നത്. അല്പം വ്യത്യസ്തമാണ്. കാരണം ഉമ്മൻചാണ്ടിക്കെതിരെ നിന്ന വ്യക്തി, അതാണ് ഒരു കട്ടപ്പയോട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചിരിക്കുന്നത്. ബാർക്കോഴ കേസിലും അതുപോലെ തന്നെ സോളാർ കേസിലുമൊക്കെ പിന്നിൽ നിന്ന് കുത്തിയത് ആരാണ് എന്നുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ നീതിമാനായ ഒരു വ്യക്തിയെ പിന്നിൽ നിന്നും കുത്തിയ യൂദാസിനെ മുഖ്യമന്ത്രിയാക്കരുതെന്നുള്ളൊരു ആഹ്വാനമാണ് ഈ ഫ്ലെക്സ് ബോർഡിലുള്ളത്. പുതുപ്പള്ളിയുടെ വിവിധ മേഖലകളിലാണ് ഇത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് വി ഡി സതീശന് അനുകൂലമായിട്ടുള്ള പ്രകടനങ്ങൾ പുതുപ്പള്ളി മണ്ഡലത്തിലെ പാമ്പാടിയിൽ നടക്കുന്ന കാഴ്ച ഇന്നലെ നമ്മൾ കണ്ടു. അതിന് ആ പ്രകടനം നടന്നതിന് പിന്നാലെയാണ്. ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് കീറുന്ന സംഭവം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് തൊട്ട് പിന്നാലെയാണ് ഉമ്മൻചാണ്ടിക്കെതിരെ നിന്ന വ്യക്തി എന്നുള്ള തരത്തിലൊരു നറേറ്റീവ് വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഫ്ലെക്സ് ബോർഡ് വന്നിരിക്കുന്നത്. എന്തായാലും ആരും അത് അവകാശം പറഞ്ഞുകൊണ്ട് തങ്ങൾ വെച്ചതാണെന്ന് പറഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രിയിലാണ് ആ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് KPCC ഒരു വശത്ത് പറയുമ്പോഴാണ് ഇതെല്ലാം നടക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. സുഹേൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.